നീ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചിട്ടുണ്ടോ? ഞാൻ കളിച്ചിട്ടുണ്ട്. പോടാ. കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ കളിച്ചിട്ടുണ്ട്. പോടാ. നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗണിലെ മഴക്കാലത്തിൽ വെളുപ്പിനെയുള്ള എല്ലാ ടാസ്കും ചെയ്ത് കുറച്ച് എക്സസൈസും കൂടെ തീർത്തപ്പോഴത്തേക്കിനും നമ്മുടെ വീഡിയോകൾ എഡിറ്റ് ചെയ്യാനും പിന്നെ കുറച്ച് ഗെയിം കളിക്കാൻ വേണ്ടി ഒരു ഗെയിമിംഗ് PC നമ്മുടെ ചേട്ടൻ സെറ്റാക്കുമ്പോൾ ഒരു പൊടി കൈ സഹായത്തിന് നമ്മുടെ എബൈനും ലിൻഡോയും കൂടെ വന്നു. ഇപ്പം ശരിയാക്കില്ല. പണി നടക്കുമ്പോഴായിരുന്നു നമ്മുടെ എബൈൻ കുട്ടൻ്റെ കുത്തിയ സംസാരം. ഈ വീഡിയോ കിടക്കുന്നത് പോലോന്നാണ്. കാണുന്നില്ല. പൊട്ടിച്ച് കാണാം. ആ സാധനം അവിടെ കാണാൻ പാടില്ല. നമുക്ക് ലോസ് ഉണ്ടാവാൻ പാടില്ല. ഈ വയർ ഇത്ര കിടപ്പുണ്ടല്ലോ. അത് മുറിച്ച് കളയാം. കത്രി എടുക്കുമ്പോൾ ഇപ്പോൾ ഇവർ സംസാരിക്കുന്നത് നമ്മുടെ ഇയർഫോണിൻ്റെ ഒരു സൈഡ് ഒടിച്ചു കളയാൻ വേണ്ടിയാണ്. കാരണം എന്താണെന്ന് നോക്കാം. ആ ഒരെണ്ണം എടുത്ത് മാറ്റിയത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം 2 എണ്ണം ഉള്ളപ്പോൾ ഇത് 8 മണിക്കൂർ തരുന്നു. ഇപ്പൊ അത് 16 മണിക്കൂർ തരുന്നുണ്ട് ഒരെണ്ണം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക്. ഒരു ചെവി മാറ്റിയപ്പോൾ അതേപോലെ തന്നെ വണ്ടിക്കകത്ത് 2 ചാടുണ്ടല്ലോ. ഒരു ചാട് മാറ്റി കഴിഞ്ഞാൽ എന്തുവാടാ നീ റോയൽ മെക്കാണോടാ? പറടാ. ഞാൻ ഗെയിം കളി തുടങ്ങാൻ പോവാ. എനിക്ക് കോൾ ഓഫ് ഡ്യൂട്ടി ഇഷ്ടം. നീ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചിട്ടുണ്ടോ? ഞാൻ കളിച്ചിട്ടുണ്ട്. പോടാ. കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ കളിച്ചിട്ടുണ്ട്. പോടാ. കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഏറ്റവും പാടുപെടുത്ത ഗെയിം. സംസാരം കുറച്ച് ഓവറായപ്പോൾ നമ്മുടെ ലിൻഡോ എബൈൻ്റെ കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങ് തീർത്തു കൊടുത്തു. എന്തുവാടാ മട്ടത്തോടോ? നീ പോടുന്നു. ഞാനാ വയലോ കടി നോക്കിയാ പല തെല്ല് അയ്യോ തുണി. ആഞ്ഞു പെയ്ത മഴ നിന്നപ്പോഴത്തേക്കിനും നമ്മുടെ എബൈനും ലിൻഡോയും കൂടെ അടുത്ത മഴയ്ക്ക് മുന്നിൽ പെട്ടെന്ന് എസ്കേപ്പായി. ടാറ്റ. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നമ്മുടെ സിസ്റ്റം റെഡിയായി. അപ്പോഴാണ് എബൈൻ കുറച്ച് മോട്ടിവേഷൻ തരാൻ വേണ്ടി വന്നത്. പറയടാ, ഇൻട്രോ ആണോടാ? ഇൻട്രോ സഞ്ജു ടെക്കിയുടെ ആദ്യത്തെ വീഡിയോ അതില് കൂളായിരുന്നു ഇൻട്രോ. വളരെ ദാരിദ്ര്യമായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഇപ്പൊ സഞ്ജു ടെക്കാന്ന് പറയത്ത പോലുമില്ല. സഞ്ജു ടെക്ക് ഹലോ അലച്ചു പോവുമല്ലോ. അങ്ങനെ മിണ്ടത്തുമില്ല സഞ്ജു ടെക്ക്. അടുത്ത ദിവസം വൈകുന്നേരം മമ്മി വിറക് കീറിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ കുർണിക്കുട്ടൻ ജോബി അങ്കിളുടെ വീട്ടിലേക്ക് വന്നത്. അപ്പാടെ ടീ പോയിൻ്റെ അടിയിൽ ഒളിഞ്ഞിരുന്ന് അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം ടീ പോയിൻ്റെ അടി കാത്തിരുന്നു. പക്ഷെ ചെറുക്കനെ സർപ്രൈസ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ശരി, ആൻറ്റിയെ ഒന്ന് പേടിപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ആൻറ്റി കല്ല് പോലെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ശരി, ഇത് ചീറ്റയല്ലോ എന്ന് പറഞ്ഞ് കുർണിയെ ഒന്ന് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദാ കിടക്കുന്നു അടുത്തത് അതും ചീറ്റ. വരാൻ പാടില്ലേ? ഞാൻ ഓരോ പ്ലാനും ഓരോ പദ്ധതിയും ചെയ്യുന്ന ഇടയ്ക്ക് നീ എല്ലാം കൂടെ തകർത്ത് കളയണ പതി. നേരം ഞാൻ ഒളിച്ചിരുന്ന വേസ്റ്റായി പോയി. നീ ഒറ്റ എടുത്താൻ കാരണം
ഇന്നത്തെ പരിപാടി മൊത്തം ചീറ്റിയപ്പോഴുണ്ടാ നമ്മുടെ കുർണി കണ്ടന്റ് മാലാകെ പോലെ വന്ന് അവനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് പറഞ്ഞു. ബൈക്കോ? ഏത് ബൈക്ക്? പേടിക്കാനോ? അന്നാ നീ പോയിട്ട് വാ, നിന്നെ പേടിപ്പിക്കാം. നീ അവിടെ പോടാ, അവിടെ പോയിട്ട് വരുമ്പോഴല്ലേ നീ പേടിക്കുക. അവിടെ പോയിട്ട് വാ. ആ മുറിക്കകത്ത് പോയിട്ട് വാ. അവനിതൊക്കെ ഒരു ത്രില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തുരുത്തരാ അവനെ പേടിപ്പിക്കാൻ തുടങ്ങി. നീ പോയിട്ട് പപ്പഴല്ലേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആണോ? ആരാ? കൊച്ചോ? അറിയത്തില്ല. അയ്യോ അയ്യോ പേടിച്ചേ. സന്തോഷം. അവനെവിടാ? എവിടാ? എക്സാമിൽ 100 മാർക്ക് കിട്ടിയ പ്രതീകമാനോടല്ലടാ. നിന്നെ ഞാൻ ഒട്ടും കാണുന്നില്ല, നീ എന്നെ പേടിപ്പിക്കുന്നില്ല. അവനൊരു സന്തോഷം. അങ്ങനെ ഇന്ന് വലിയൊരു എൻ്റർടൈൻമെൻറ്റ് തന്ന കുർണിക്ക് ഒരു വലിയ താങ്ക്സ്. ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. എന്തോ? ബാ റെഡിയല്ല. പോട്ടെ, വണ്ടി പോട്ടെ.